പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ പുള്ളി റിവ്യൂ നെഗറ്റീവ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എല്ലാം വന്നു. ഞാൻ ആ പടത്തില് പ്രോഗ്രാം കാണാൻ പോയത്, അവിടെ റിവ്യൂ പറയുന്നില്ല പറഞ്ഞെന്ന്. അത് തെറ്റല്ലേ? കാരണം നമ്മൾ ഓടിച്ചിടുക IMA ഹൗസിന്റെ മുമ്പ്. പിന്നെ അത് കേസ് കൊടുക്കേണ്ടായിരുന്നു. പിന്നെ ഞാൻ വിട്ടു കളഞ്ഞു. പിന്നെ ഈ അടുത്ത് സന്തോഷ് വർക്കിനെ തല്ലിയപ്പോൾ അത് മോശമായിട്ട് തോന്നി എനിക്ക്. പിന്നെ നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാത്തിരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിട്ട് കണ്ടന്റ് വേണ്ടിയാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ സന്തോഷ് വർക്കിയുടെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായി. അതായത് സ്ത്രീകള് നിങ്ങൾക്ക് മോശമായ രീതിയിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അദ്ദേഹവും എടുക്കും, പിന്നെ അലനും എടുക്കും. ആ കോളുകൾ എടുക്കുമ്പോൾ അലന്റെ അടുത്ത് പൈസ ചോദിച്ച് അവർ ഭീഷണിപ്പെടുത്തുമ്പോ പറയും സാരമില്ല, അത് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തോളൂ, ഞാൻ വീഡിയോ കോൾസ് ഞാൻ ചെയ്യാറില്ല. പൊതുവെ ചെയ്യാറില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ കോൾസ് ചെയ്യാറുണ്ട്, ഇല്ലെന്ന് പറയാനുള്ള. പക്ഷെ അത് നല്ല മാന്യമായിട്ടുള്ള കോൾസ് എടുക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. കാരണം ഈ കോളേജ് ഹോസ്റ്റലിൽ നിന്നൊക്കെ ഒരുപാട് പെൺകുട്ടികൾ യാത്രകാലങ്ങളിലൊക്കെ എന്നെ വിളിക്കാറുണ്ട്, ഞാൻ എടുക്കാറുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നു. അലന് ശരിക്കും 25 വയസ്സല്ലേ? 25 വയസ്സ്. പക്ഷെ അലൻ ഏറ്റവും കൂടുതൽ എത്രയോളം നായികമാരുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്? ഏകദേശം എത്ര? മൊത്തത്തിൽ ഇപ്പൊ റീൽസിൽ വന്നു പോയ ആൾക്കാരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തില് നിലവില് ഒരു 5-6 പേർ കൂടെ നായികന്മാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ സാധാരണ നമ്മൾ കാണുന്നത് നായികന്മാരെ ഇപ്പൊ നമ്മുടെ ആരെയും ശരിക്കും മമ്മൂക്കേനെയും അലനെയും പിന്നെ ഒരുപോലെ ഒരേ തട്ടിൽ കാണുകയല്ല, പ്രേക്ഷകരോട് പ്രത്യേകം പറയണം. അതുകൊണ്ടല്ല ചോദ്യം ഇതാണ്. അതായത് മമ്മൂക്കയൊക്കെ ഇത്രയും പ്രായമായിട്ടും അവരിൽ താഴ്ന്ന ഒരുപാട് ഏജ് കുറവായിട്ടുള്ള പെൺകുട്ടികളാണ് അഭിനയിക്കുന്നത്. പക്ഷെ ഇതൊരു 25 വയസ്സ് മാത്രം പ്രായമുള്ള അലൻ എന്തുകൊണ്ടാണ് അലന്റെ ഇരട്ടി വയസ്സ് പ്രായമുള്ള സ്ത്രീകളുമായിട്ടാണ് മിക്ക വീഡിയോസും ചെയ്തിട്ടുള്ളത്? അതെന്താണ് സെലക്ഷൻ ചൂസ് ചെയ്യുന്നത്? അത് ആരുമായിട്ട് വേണമെങ്കിലും അഭിനയിക്കാൻ എനിക്ക് പ്രശ്നമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്? അങ്ങനെയല്ല, നമ്മളിപ്പോ നിലവിൽ ഇറങ്ങിയിരിക്കുന്ന വർക്കുകൾക്ക് ചിലപ്പോ അങ്ങനെയുള്ളതായിരിക്കാം. പക്ഷെ ഇപ്പോ ഇറങ്ങാൻ പോകുന്ന വർക്കുകൾക്കെല്ലാം എന്നെക്കാളും ഒരു 5 വയസ്സ് മൂപ്പ് അല്ലെങ്കിൽ 5 വയസ്സ് താഴത്തോട്ടുള്ള പെൺകുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ട്രൂ ലവ് എന്താണെന്ന് അറിയാം. അതില് അച്ചുവാണ് അഭിനയിച്ചത്. അച്ചുവിന് 22 വയസ്സേ ഉള്ളൂ. അതൊക്കെ പുറത്തു വരാൻ പോകുന്നുള്ളൂ. പിന്നെ അതിന്റെ റീൽസ് ഒക്കെ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ നമ്മൾ അഭിനയിക്കാണ്ടിരിക്കുന്നൊന്നുമില്ല, അത് പുറത്തിറങ്ങാനുണ്ട്. കുറച്ച് എഡിറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറയാ, സോഫിയ ടീച്ചർ, അപ്പൊ അതില് താരുണ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് താരുണ്യ, അച്ചു, എലൈന, അങ്ങനെ എല്ലാ ആൾക്കാരൊക്കെ 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. 18 വയസ്സും 25 വയസ്സും താഴെയുള്ള ആൾക്കാരാണ് അഭിനയിച്ചിട്ട് വർക്ക് ഇറങ്ങാനുണ്ട്. മനസ്സിലായി? പിന്നെ പമ്പെന്ന ആർട്ടിസ്റ്റിന് എന്നെക്കാളും പ്രായം ഉണ്ടാവും, പക്ഷെ പുള്ളിക്കാരത്തേക്ക് അഭിനയിക്കാൻ അറിയാം. പക്ഷെ ഈ ഏജ് കുറവായിട്ടുള്ള ആൾക്കാരുടെ കൂടുതൽ അഭിനയിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് അഭിനയിച്ചെടുപ്പിക്കാൻ വേണ്ടി പാടാണ്. നമ്മളൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യെടുക്കാനായിട്ട് ഈ പറയുന്ന 18-നും 30-നും ഇടയ്ക്കുള്ള ആൾക്കാർക്ക് പാടാണ്. അല്ല, നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റുകളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു തമാശ കണ്ടന്റ് അല്ലെങ്കിൽ വൈറൽ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നത് സമൂഹത്തിൽ നമ്മളെ ഒരു 25 വയസ്സുള്ള അലൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരു അത്യാവശ്യം ഒരു പുരുഷനായി ആ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഒരു നല്ല കണ്ടന്റ് കൊടുക്കേണ്ട ഒരു പൗരബോധം ഉണ്ടല്ലോ. ആ നല്ല കണ്ടന്റ് കൊടുക്കാതെ ഇപ്പൊ നമ്മൾ പറയട്ടെ, ഇന്ന് ഇപ്പൊ ചോദിക്കും, ഇപ്പം താങ്കളുടെ കൂടെ അഭിനയിച്ച സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ കാണിക്കുന്നു, താങ്കൾ അവിടെ എവിടെയും തൊടുന്നു എന്നുള്ളതൊക്കെ അതിന് നെക്സ്റ്റ്. കാരണം ചോദിക്കും, ഇപ്പൊ പോൺ സൈറ്റുകളുണ്ട്, ത്രൂ ആയിട്ട് പോയി കാണാം. എന്നാലും നമ്മുടെ നാട്ടിലെ നമ്മുടെ സാധാരണക്കാരായ ആൾക്കാരാണ് കൂടുതൽ യൂട്യൂബിലും പിന്നെ ഫേസ്ബുക്ക് വഴിയൊക്കെ പല കാര്യങ്ങളും കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവര് വിചാരിക്കുന്നത് നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളൊക്കെ ആ വീട്ടിലെ ഒരു അംഗമായിട്ടാണ്. അപ്പൊ അവർ വിമർശിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങളെ കാണുന്നത് ആ വീട്ടിലെ ഒരു അംഗമായിട്ട് കാണുന്നതുകൊണ്ടാണ് മോനെ ഇവൻ ഇത് ചെയ്തപ്പോൾ. സ്വാഭാവികമായിട്ട് എന്റെ വീട്ടിലൊരു മകനായിരുന്നു ഇത് രീതിയിൽ കാണിക്കുന്നതെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ട് ഒരു അടി കൊടുക്കും, അല്ലെങ്കിൽ മോനെ ഇത് ചെയ്യരുതെന്ന് ഉപദേശിക്കും. പക്ഷെ അലൻ ഇവിടെ തൊട്ടടുത്തില്ല. അപ്പൊ ആകെ ചെയ്യാവുന്ന മാർഗം എന്ന് വെച്ചാൽ കമന്റ് ഇടുക എന്നുള്ളത്. അങ്ങനെയെങ്കിലും നീ കണ്ടിട്ട് നന്നാവട്ടെ എന്നുള്ള ഇതാ. അപ്പൊ അത് നീ പോസിറ്റീവായിട്ട് എടുത്തിട്ട് അത് മാറ്റാൻ ഒരു ശ്രമം നടത്തുന്നില്ലേ? നടത്തിക്കൂടെ? അതായത് ഇതുവരെ ചെയ്ത കണ്ടന്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല കണ്ടന്റ്, അഡൾട്ടറി അല്ലാത്ത, സെക്ഷൽ അല്ലാത്ത ഒരു നല്ല വീഡിയോസ്. എനിക്ക് അത് മനസ്സിലായിട്ടൊന്നും പറയണില്ല. എന്നാലും ഞാൻ ചെയ്ത സംഭവങ്ങൾ കൂടുതലും അങ്ങനെ ഓവറായിട്ട് ഞാൻ ചെയ്ത പരിപാടിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും ജസ്റ്റ് ഒരു റൊമാൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിസ് ചെയ്യാണ്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. അല്ല, കിസ് ചെയ്യാണ്ട് റൊമാൻസ് കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറ്റും. നമ്മുടെ പഴയ സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ മതി. കിസ് ചെയ്യുന്നത് മാത്രമല്ല റൊമാൻസ്. റൊമാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ വരുന്ന ഒരു നടന്റെ ഫേസിൽ വരുന്ന കാര്യങ്ങളാണ്. അത് ശരീബോഡിയിൽ വരുന്ന സംഭവം